എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? അരവിന്ദൻ ചേട്ടാ, അരവിന്ദൻ ചേട്ടാ, അരവിന്ദൻ ചേട്ടാ, നമ്മുടെ ചന്ദ്രുവിനെ ആരൊക്കെ ചേർന്ന് റോഡിലിട്ട് അടിച്ചോണ്ടിരിക്കുക. എടാ എന്താടാ കാറിന്റെ പുറത്ത് ഒഴിക്കുന്നത്? മനസ്സിലായില്ലേ? പെട്രോള്. എടാ നിർത്തടാ മുതലാളി, ഓടി വാ മുതലാളി. ആരോ ഒരുത്തൻ കാറിന്റെ പുറത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകുന്നു. മുതലാളി. കള്ളത്തെണ്ടികളെ, എന്താണ് അവിടെ? ആരാ നീ? ചത്തുപോയ നിന്റെ തന്ത, കള്ളനോട്ടടിക്കാരൻ തങ്കപ്പൻ. വെട്ടിയറിഞ്ഞ് വീഴ്ത്തണവനെ. എടാ അരവിന്ദ, വേണ്ടടാ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? നിനക്ക് ചന്ദ്രു, വേണ്ട വേണ്ടടാ, വാടകോട്ട് കാണിച്ചത്. നീ ആരുടെ ദേഹത്താടാ കൈവച്ചത്? ഇവൻ എന്റെ കൂട്ടുകാരനാ. എന്റെ ചങ്ങാതികളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ, ഈ കാറ് കത്തിക്കുന്ന പോലെ നിന്നെയും കത്തിക്കും ഞാൻ. ജഡ്ജി സാറുണ്ടോ? ഇല്ലല്ലോ, തൊടുപുഴ ഗസ്റ്റ് ഹൗസിൽ കാണും. എന്താ കാര്യം? സദാനന്ദപുരം സേതുപതിയുടെ വീട്ടിൽ കയറി അരവിന്ദനും ചന്തു അദ്ദേഹത്തിന്റെ കാറ് കത്തിച്ചു. മോനെ, എന്തായി കാര്യം? സേതുപതിയോട് സംസാരിച്ചിട്ട് വരിക. SP ഒരുപാട് പറഞ്ഞു നോക്കി. അവസാനം പുതിയൊരു കാറ് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ അവനൊന്ന് അടങ്ങിയത്. എങ്ങനെയാണെങ്കിലും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. എങ്കിലും അവന്റെ അനിയന്മാരൊക്കെ വല്ലാത്ത ദേഷ്യത്തിലാ. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കുറച്ചുനാൾ ഇവിടെ നിർത്താതെ എവിടെങ്കിലും പുറത്തേക്ക് അയക്കണമെന്നാണ് SP പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാമപുരത്തെ വീട് വെറുതെ കിടക്കുമല്ലേ, അവരെ അവിടെ താമസിപ്പിക്കാമല്ലോ. അച്ഛാ, ഞാൻ അറിഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. ആളെ വെച്ചടിച്ചിട്ട് ഇവന്റെ സ്കൂട്ടർ കത്തിച്ചിരിക്കുക. അത് ഞാൻ ചോദിച്ചത് തെറ്റായി പോയോ? അരവിന്ദ്, ഇങ്ങ വന്നേ. ചന്ദ്രു വളരെ നല്ലവനാ. ആരോടും മോശമായി പെരുമാറില്ലെന്ന് നമുക്കറിയാം. മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, ചന്ദ്രുവിനെ കുറിച്ച് ആരോ അങ്ങേർക്കെഴുതിയ കത്തായത്. എന്താടി ഇത്? ഒരല്പം പോലും കണ്ണിച്ചോരയില്ലാതെ അവനെ നാണം കെടുത്തുന്ന രീതിയിൽ എന്തിനാടി ഇങ്ങനെ ഒരു കത്തെഴുതിയത്? പറയടി, എന്തിനാ നീ ഇങ്ങനെ ഒരു നുണയുണ്ടാക്കി തീർത്തത്? ചോദിച്ചു കേട്ടില്ലേ? ഇത് നുണയല്ല, നേരാണ്. ആ പെണ്ണിനെ വഞ്ചിച്ച് പീഡിപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക. ഒന്ന് വെച്ച് തന്നോ? ഞാൻ പറഞ്ഞതല്ല, നിന്റെ ഫ്രണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞതാ. അവനോട് പോയി ചോദിക്ക. ഞാൻ പറഞ്ഞത് നേരാണോ നുണയാണോ നിനക്ക് അപ്പം മനസ്സിലാകും. ചോദിച്ചോളാടി, അവനോട് തന്നെ ചോദിച്ചോളാം. പക്ഷെ അവനൊന്നും അറിയില്ലെന്ന് എന്നോട് പറഞ്ഞാ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടായിരിക്കില്ല. വെച്ചേക്കില്ല ഞാൻ. എടാ ചന്ദ്രു, അച്ഛനും അമ്മയും നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്ത് പേടിച്ചിരിക്കുക. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കൊന്ന് മാറി നിന്നാലോ? നേരാടാ, നിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ രാമപുരത്തുള്ള നിന്റെ മുത്തശ്ശനെ വീട്ടിപ്പോ അവിടേക്ക് നമ്മുടെ അമ്മാവൻ തന്നെ പൊയ്ക്കോട്ടെ. നമ്മള് ചെന്നൈയിലേക്ക് പോകുന്നു.
ചെന്നൈയിൽ എന്ന് വെച്ചാ നമ്മുടെ കൃഷ്ണമൂർത്തിയുടെ അടുത്തോ? അവൻ എന്നോട് പറയാതല്ലേ പോയത്. അവനെ എനിക്ക് കാണാൻ അതിയായ മോഹമുണ്ട്. അപ്പോ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. നാളെ നേരം വെളുക്കുന്ന സമയം നമ്മൾ ചെന്നൈയിലായിരിക്കും. ഓക്കേ. നീ അഡ്രസ്സിങ് എടുത്തേ. പാൽ പാൽ. ഞാൻ തന്നെ ഗോപാലൻ. ഗോപാലനോ? ഞാൻ പാല് കൊണ്ടുവന്നെന്ന് പറഞ്ഞ. എന്തിനാ നിർത്തിക്കളഞ്ഞത്? ചിരിക്ക് മുത്ത, ചിരിക്ക്. നീ എന്തിനാ മുത്ത നാണം കുണുങ്ങുന്നേ? നീ കെട്ടിപ്പിടിച്ച് ഈ ചേട്ടനൊരു മുത്തെന്താ മുത്തേ? ഇച്ചിരിയും കൂടെ മേലെ. അവിടെയല്ല. ആരെയാ നോക്കുന്നേ? എൻ്റെ ചിറ്റപ്പൻ ലാസറിനെയാണോ? ആ കരിങ്കുറ്റിയോട് പോകാൻ പറ. അവന് പെണ്ണുങ്ങളുടെ മനസ്സെന്താന്ന് അറിയില്ല. മുത്തേ, അടുത്ത് വന്നൊരു ഉമ്മതാ. അയ്യോ, ഉമ്മ വന്നു. അയ്യോ, ഓടി വരണേ. ഞങ്ങൾ രണ്ടും കൊക്കേ വീട്. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, എന്താടാ, ഞാൻ കരിങ്കുറ്റിയാണെന്നോ? അതും പെണ്ണുങ്ങളുടെ മനസ്സെന്താണെന്ന് എനിക്കറിയില്ലെന്നോ? സിനിമാക്കാരുടെ സ്വപ്നം കണ്ടു കിടക്കാതെ എഴുന്നേറ്റ് പോയി ചായ ഉണ്ടാക്കണ മൊണ്ണേ. എന്താടാ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? അവന്റെ മോന്ത കണ്ടില്ലേ? ആ സമയത്ത് എന്റെ ചേട്ടൻ 10 വാഴ നട്ടിരുന്നെങ്കിൽ ഇപ്പൊ കോലവട്ടമായിരുന്നു. നമ്പർ 10 ഈ വീടാ. ആ കിടക്കുന്ന ആരാടാ? അവന്റെ ചിറ്റപ്പനായിരിക്കും. അതെ ആരാടാ? കൃഷ്ണമൂർത്തി ഉണ്ടോ? അകത്ത് കിടന്ന് ഉറങ്ങുക. കയറി നോക്ക്. നോക്കടാ, നമ്മുടെ ആള് നേരം വെളുത്തത് പോലും അറിയാതെ ഉറങ്ങുന്ന കണ്ടോ? ഒരൊറ്റ ചവിട്ടങ്ങ് കൊടുത്താലെന്താടാ? ചുമ്മാരിടാ. വേണ്ട, ഇപ്പൊ എഴുന്നേപ്പിക്കരുത്. നമ്മളെ കണ്ട സന്തോഷത്തിൽ അവൻ ചാടി ബഹളം വെച്ച ചിറ്റപ്പന്റെ ഉറക്കം പോവില്ലേ? നീ വാ, കട്ടിൽ സഹിതം പൊക്കി എടുത്തോണ്ട് പോവാം. ചായ റെഡി. ചിറ്റപ്പൻ കട്ടിലും കൊണ്ട് അങ്ങോട്ട് പോയി. ചിറ്റപ്പാ. എടാ, ചിറ്റപ്പൻ ഇവിടെ ആണല്ലോ കിടന്ന്. എങ്ങോട്ട് പോയി? അത് ചിറ്റപ്പനായിരുന്നു. ഞാൻ വിചാരിച്ച നീയാണെന്ന്. എന്താടാ, ചിറ്റപ്പന് സുഖമില്ലേ? കട്ടിലൂടെ എടുത്തോണ്ട് പോണണ്ടായിരുന്നു. എന്താ, കട്ടിലൂടെ എടുത്തോണ്ട് പോയെന്നോ? ആരാ അത്? ആരാന്ന് എനിക്കെങ്ങനെ അറിയാം? നിന്നെ ചോദിച്ചാ വന്നത്. എന്റെ അമ്മോ, കാശ് കടം കൊടുത്തവരായിരിക്കും. എങ്ങോട്ടാടാ കൊണ്ടുപോയെ? ഇതിലേ പോകുന്നുണ്ടു. ഞാൻ പോയി നോക്കട്ടെ. നീ പോയി ആൾക്കാരെ വിളിച്ചോണ്ട് വാ. എടാ, നീ ഈ ബാഗ് കൊണ്ട് വീട്ടിൽ വെച്ച് ചിറ്റപ്പനോട് സംസാരിച്ചോണ്ടിരിക്കെ. ഞാൻ ഇവനെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ചിട്ട് കൊണ്ട്. എന്താടാ, കുളിപ്പിക്കാനോ? അതല്ലടാ, അവനൊരു ഷോക്ക് കൊടുക്കണ്ടേ, അത്രേ ഉള്ളൂ. അപ്പൊ അതാരാ? എടാ ചന്ദ്രു, നീ എങ്ങനെയാടാ ഇവിടെ? എടാ, ഞാനും അവൻ കട്ടിലോട് കൂടി എടുത്തോണ്ട് വന്ന് ആരെയാ? അപ്പൊ ഉറങ്ങി കിടന്ന് നീയല്ലേ? അയ്യോ, അത് ചിറ്റപ്പനാടാ. എടാ, അടിക്കല്ലേ? എടാ, നീയോ? അപ്പൊ ഇതാരാ? എടാ, ഇതവന്റെ ചിറ്റപ്പനാ. എത്ര ചിറ്റപ്പന്മാരാ? ചിറ്റപ്പൻ കാണുന്നതിന് മുമ്പ് ഇവിടുന്ന് ഓടിക്കോടാ. അല്ല, ഞാൻ പോയി ഒരു സോറി പറയാം. സോറിയോ? അടിച്ച് ശരിയാക്കിട്ട് സോറി പറയാൻ പോന്നു. പോടാ. അയ്യോ, വേണ്ട.
സാവു മാറി നിക്കടാ. ആദ്യം അവന്റെ മുഖം ഒന്ന് നോക്കട്ടെ. എടാ എവിടെ വന്ന് നീ ആരോടാ? ഛെ, ഇത് ഏതാ സ്ഥലം? അയ്യോ എന്താ ഇത്? എടാ ഇത് ബായ്ക്കാ. ഫ്രണ്ട് എവിടെയാ? പൊക്കടാ. എടാ എത്രമാത്രം ധൈര്യം ഉണ്ട്? ഥു, എടാ വൃത്തികെട്ട കാട്ടാളാ, നീയാണോടാ എന്നെ കൊല്ലാൻ നോക്കിയത്? ചുമ്മാ ചിറ്റപ്പ, പൊട്ടത്തരം പറയാതെ. എന്താ? എന്നാ ഞാനാണോ ചിറ്റപ്പനെ കൊല്ലാൻ നോക്കിയേ? ചിറ്റപ്പനെ രണ്ടുപേരും പൊക്കിക്കോട്ട് പോകുന്നു ഇവനാ എന്നോട് പറഞ്ഞു. ശരിയാ പറഞ്ഞ, അവർ രണ്ടുപേരും ഒന്നായിരുന്നു. അയ്യോ, നിന്നെ തീർക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ചെന്നൈയിലേക്ക് വന്നേ. നിന്റെ ചിറ്റപ്പന്റെ സമയദോഷം അതാ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അതിന് മാത്രം തെറ്റ് ഞാൻ എന്താടാ ചെയ്തത്? നീ എന്താ ചെയ്തേന്നോ? നമ്മുടെ ചന്ദ്രുവിനെയും സേതുപതിയുടെ മോളെയും കുറിച്ച് എന്തിനാ ആവശ്യമില്ലാത്ത അവളോട് പറഞ്ഞു കൊടുത്തേ? അത് നീ വിശ്വസിച്ചോ? അത് ഞാനൊരു തമാശക്ക് വേണ്ടി അടിച്ചു വിട്ടതല്ലേ? എടാ അരവിന്ദ, ഞാൻ പറയുന്നൊന്ന് കേക്കടാ. എടാ അരവിന്ദ, ഒന്നും പറയണ്ടടാ, നീ ചാക്. എടാ അയ്യോ എന്നെ രക്ഷിക്കണം. അരവിന്ദ, വിടടാ അവനെ. നീ പോടാ. ഇവനെ എടാ വിടടാ. എടാ വിടാനല്ലേ പറഞ്ഞത്? എന്നെ ചന്ദ്ര, നിനക്ക് എന്താ പറ്റിയത്? അവനെ എന്തിനാ വെറുതെ അടിക്കുന്നത്? എന്ത് തെറ്റാ അവൻ ചെയ്തേ? ഈ നിൽക്കുന്ന തെണ്ടി എല്ലാത്തിനും കാരണം നിന്നെ സേതുപതിയുടെ മോളെയും കുറിച്ച് അമതിയോട് അനാവശ്യം പറഞ്ഞിരിക്കുക ഇവൻ. അത് കേട്ട് അവള് സേതുപതിക്ക് കത്ത് എഴുതുകയും ചെയ്തടാ. ചോദിച്ചപ്പോ തമാശക്ക് അടിച്ചു വിട്ടാന്ന്. കൊന്ന് കടലിൽ തള്ളിയപ്പോഴും എന്റെ ദേഷ്യം മാറില്ല, അറിയാവോ? കൊല്ലടാ, എന്നെ കൊല്ല്. എടാ എന്നെ കൊന്ന് കടലിലെറിയാൻ പറയടാ അവനോട്. എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? നീ പറഞ്ഞിട്ടല്ലേടാ ഞാനത് ചെയ്ത്. വാ തുറന്ന് അങ്ങോട്ട് പറയടാ. നിന്റെ അരുമ സഹോദരി ഈ കാര്യം മാത്രം നിന്നോട് പറഞ്ഞല്ലോ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലേ? ഇവനെ കണ്ട പെണ്ണുങ്ങൾ പ്രേമിച്ചാലോ കല്യാണം കഴിച്ചാലോ അവക്കെന്താടാ? അത് ചോദിച്ചോടാ നീ അവളോട്? എന്നോട് ചോദിക്കും, ഞാൻ പറയാവടാ. നിന്റെ അരുമ സഹോദരിക്ക് ഇവനോട് പ്രേമം. ഇവനെ വേറൊരുത്തിക്കും വിട്ടുകൊടുക്കാൻ അവള് തയ്യാറല്ല. പക്ഷേ ഇവൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലടാ. ഒരു ഫ്രണ്ടിന്റെ അനിയത്തെ കാമുകയായി വിചാരിക്കുന്ന പാവം ഒരു ഫ്രണ്ട്ഷിപ്പിനോട് കാണിക്കുന്ന ദ്രോഹമാടാ. അതുകൊണ്ടാണ് ആ പ്രേമം അവൻ നിരസിച്ചത്. ഇതൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നോട് പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. തോന്നല് മാത്രമല്ലടാ, അതടാ വാസ്തവം. അങ്ങനെ ചെയ്യാത്തവന് ഒരിക്കലും ഒരു ഫ്രണ്ട് അല്ലടാ. നിന്റെ അനിയത്തിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാകും? അവളെ ഞാൻ ഇവനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയായിരുന്നടാ ഒരു ഫ്രണ്ട് എന്ന് പോലും നോക്കാതെ ഇവനെ പറ്റി അപവാദം പറഞ്ഞത്. ഇപ്പൊ നീ എന്നെ അടിച്ചുവല്ലേ? കുഴപ്പമില്ല, എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയല്ലേ. എനിക്ക് സന്തോഷമായടാ, സന്തോഷമായി. സത്യം എന്താന്ന് മനസ്സിലാക്കാതെ ഞാൻ നിന്നെ അടിച്ചുപോയി. എന്നോട് ക്ഷമിക്കടാ. അമൃത ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. ചന്ദ്രു, നിന്നെപ്പോലൊരു നല്ല ചെറുക്കനെ കിട്ടുന്നതിൽ അവള് മാത്രമല്ല, ഞങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാളാ. ഏയ് എടാ ചന്ദ്രു, എടാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടി തന്നെയാ. ഇനി ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ ബന്ധം മുറിക്കാനാവില്ലടാ.